തിരുവനന്തപുരത്തെത്തുന്ന ഏതൊരു സഞ്ചാരിയെയും ആകർഷിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രമാണ് വെള്ളായണിക്കായലും അവിടുത്തെ പ്രകൃതിരമണീയമായ കാഴ്ചകൾ. 3 വർഷം മുൻപാണ് പാലം സ്ഥിതി ചെയ്യുന്ന വെള്ളായണി തടാക പ്രദേശം മാതൃകാ ടൂറിസ്റ്റ് കേന്ദ്രമായി ഉയർത്താൻ പദ്ധതി കൊണ്ടുവരുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിച്ചത്. പിന്നാലെ സംസ്ഥാനത്തെ ആദ്യ സിനി ടൂറിസം പദ്ധതിക്കായി 1,22 ലക്ഷം രൂപ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് അനുവദിച്ചു. എന്നാൽ പദ്ധതി നടപ്പിലായില്ലെന്ന് മാത്രമല്ല, യാതൊരു അടിസ്ഥാന സൗകര്യവുമില്ലാതെ ഇവിടെ എത്തുന്ന സഞ്ചാരികൾ വലയുകയാണ്. ഭൂമിയിലെ ഒരു സ്വർഗമുണ്ടെങ്കിൽ തിരുവനന്തപുരത്തുകാർക്ക് അത് വെള്ളായണിക്കായലും പരിസരവുമാണ്. ഇവിടുത്തെ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകൃതി ഭംഗിയും പാടശേഖരവും പുഞ്ചക്കരി ഷാപ്പും കായലുമൊക്കെ സഞ്ചാരികളുടെ പ്രധാന ആകർഷണ കേന്ദ്രമാണ്. എന്നാൽ വെള്ളായണിക്കായൽ ടൂറിസം പദ്ധതിയിൽ ഇടം പിടിച്ചെങ്കിലും നാളിതുവരെയും ഇവിടെ മതിയായ സംവിധാനങ്ങൾ ഒരുങ്ങിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ആരോപണം. റോഡുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക. സിറ്റിയിലാണ് ഞാൻ താമസിച്ചത്. ഞാൻ ഇവിടെ സ്ഥലം വാങ്ങിച്ച് വീട് വെച്ച് വന്നിട്ട് 2.5 വർഷം കഴിഞ്ഞു. ഞാൻ അന്നോട്ട് പറയാം. ഇപ്പോൾ എനിക്ക് ഈ പുഞ്ചക്കരി ഷാപ്പിൻ്റെ അവിടെ നിന്ന് കണ്ണോത്ത് കണ്ണൻകോട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ എനിക്ക് 2 മാസം കൊണ്ട് ഞാൻ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുക. കുറുക്ക് അതിന് വന്നിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. പക്ഷേ അതിൻ്റേതായിട്ടുള്ള ഇത് കിട്ടണമെങ്കിൽ റോഡുകളൊക്കെ ഒന്ന് ശരിയാക്കി ലൈറ്റ് കൂടെ കുറേ ഇട്ട്, പിന്നെ പട്ടിയുടെ ശല്യം, ഈ ഒഴിഞ്ഞ സ്ഥലമുണ്ട്, പട്ടികളെയും പൂച്ചകളെയും കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് തള്ളിയിട്ട് പോകും. ഞാനിപ്പോഴുള്ളത് കിരീടം പാലത്തിലാണ്. കൃത്യം 1 വർഷം മുൻപാണ് മോഹൻലാലിൻ്റെ പിറന്നാളിനോടനുബന്ധിച്ച് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് സംസ്ഥാനത്തെ ആദ്യ സിനി ടൂറിസം പ്രഖ്യാപിച്ചത്. കാരണം മോർണിംഗ് വാക്കിലൂടെ വരുന്നവരൊക്കെ ഇരുട്ടത്തൂടെ നടക്കുന്നതാണ് കാണുന്നത്. ടോർച്ച് അടിച്ച്, മൊബൈലിലെ ടോർച്ച് അടിച്ചിട്ടാണ് ആൾക്കാർ നടക്കുന്നത്. സ്ട്രീറ്റ് ലൈറ്റ് കമ്പൽസറി ആയിട്ട് വേണം. അതൊക്കെ നടപ്പിലാക്കുമെന്ന് പറയുന്നൊന്നും ചെയ്യുന്നില്ല. കിരീടം സിനിമയിലെ ഓരോ ദൃശ്യങ്ങളും ഇവിടെ എത്തുന്ന സഞ്ചാരികളുടെ മനസ്സിൽ പതിപ്പിക്കുന്ന രീതിയിലായിരുന്നു പദ്ധതി ആവിഷ്കരിച്ചത്. 18 മാസത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കുമെന്നാണ് അന്ന് മന്ത്രി പറഞ്ഞത്. ഇപ്പോൾ 14 മാസമായിട്ടും ഇവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും വയ്ക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നുപോയിരിക്കുന്നു. ലൈറ്റും വെട്ടങ്ങളൊന്നും ഇല്ല. മഴയാണെങ്കിൽ ആൾക്കാർക്ക് ഒതുങ്ങിക്കാനുള്ള സ്ഥലങ്ങളൊന്നും. ഹരിതാഭയും പച്ചപ്പും നിറഞ്ഞ വെള്ളായണിയുടെ പകൽ ഭംഗി ഇവിടെ വന്നിട്ടുള്ള ഏതൊരു സഞ്ചാരിയെയും ആകർഷിച്ചിട്ടുള്ള കാര്യമാണ്. എന്നാൽ മതിയായ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്തതും ഇവിടുത്തെ പൊട്ടിപ്പൊളിഞ്ഞിട്ടുള്ള റോഡും കാരണം ഇവിടെ വരുന്ന ഏതൊരു സഞ്ചാരിയെയും ഇപ്പോൾ ബുദ്ധിമുട്ടിലാക്കുകയാണ്. എല്ലാറ്റിലുമുപരി തെരുവുനായയുടെ ശല്യവുമുണ്ട്. ഇങ്ങനെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സിനി ടൂറിസം പദ്ധതി പൂർണ്ണമായിട്ടും പാളിയിരിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദകിഷോറിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.